ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഭക്ഷണം കായ് തോരനും നമ്മുടെ മത്തങ്ങ പച്ചടിയാണ് വയ്ക്കുന്നത്. ഞാൻ ഒരു 1/4 തുണ്ട് മത്തങ്ങ എടുത്തിട്ടുള്ളത്. അത് പച്ചടിക്ക് എടുക്കാം. അപ്പൊ ഇത് തോരൻ വെക്കാനാണ് വാഴക്ക എടുത്തിരിക്കുന്നത്. 2 കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാളയും വേണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കറി ഇതാണ്. നമുക്കൊന്ന് തോലൊക്കെ ചെത്തി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചോറിനുള്ള വെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വെള്ളം തിളച്ചിട്ട് അരി ഇട്ടുകൊടുക്കാം. ഞാൻ അരി കഴുകി എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ചോറിന്റെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. തവിയെടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ തിളച്ചിരിക്കുകയാണ്. ഇതൊന്ന് ഇറക്കി വെക്കാം. ഇറക്കി നമ്മുടെ റൈസ് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. ദോശയാണ് ഇന്ന് പലഹാരം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയാണ് അരിഞ്ഞ് വെച്ച് നമുക്ക് കൊടുക്കാം. നോക്കിക്കൊണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി വെച്ചെടുക്കും. ആവശ്യത്തിന് ഇട്ടിട്ട് കൊടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെച്ചു. ഇതിലേക്ക് നമുക്കൊരു ദോശ തയ്യാറാക്കാനുള്ള വെച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ദോശക്കല്ലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിത് അപ്പം ഇതിലേക്ക് അല്പം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ദോശയാണ് തയ്യാറാക്കണത്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തയ്യാറാക്കിയ കൊച്ചുങ്ങൾക്കെല്ലാം ക്യാരറ്റ് തിന്നാത്തവരൊക്കെ തിന്നോളും. ഇതിലേക്ക് അല്പം മാവിടെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. ക്യാരറ്റ് ഒന്നും പോവാതെ ഇരിക്കണമല്ലോ. ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഒന്ന് പോവാതെ ഇരിക്കാൻ വേണ്ടി മാത്രം ഈ ക്യാരറ്റ് ഒന്ന് ഇതിൽ തന്നെ പിടിച്ച് നിൽക്കണം. അതിന് വേണ്ടി മാത്രം ഒരു തുള്ളി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ദോശ ഒന്ന് തിരിച്ചു കൊടുക്കാം. ക്യാരറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാപ്പിയാണ് നമ്മുടെ ക്യാരറ്റ് ദോശ, ചമ്മന്തി, കട്ടൻ കാപ്പി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാപ്പി. അപ്പോൾ ഞാൻ അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തിളപ്പിച്ച് വെച്ചിരുന്ന റൈസ് കുക്കറിൽ വെച്ചിരുന്ന ചോറ് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ചോറ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം വേകാറായിട്ടുണ്ട്. 2 തിളപ്പ് തിളച്ചാൽ മതി. ചോറ് റെഡിയാണ്. അടച്ചു വെച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കി ഇതിലേക്ക് പച്ചടിക്കാണ് മത്തനും പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ മത്തൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മത്തൻ ഇവിടെ ഏകദേശം വേകാറായിട്ടുണ്ട്. മത്തനും പച്ചമുളകും കൂടെയാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. വേകാനായിട്ടുണ്ട്. നമുക്കത് അരപ്പ് ചേർക്കാറായിട്ടുണ്ട്. അല്പം ഒരു 2 മിനിറ്റ്. അപ്പം മത്തൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കും. അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ചൂടാവണം. അപ്പം മത്തൻ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫാക്കാം. ഓഫാക്കിയിട്ട് തണുത്തിട്ട് ഇതിൽ നല്ല തണുത്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ട് വരികയാണ്. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവാനുണ്ട്. നല്ല വേവുള്ള അരിയാണ് സുലേഖ. 5 മിനിറ്റ് കൂടെ കിടക്കണം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ അടുപ്പിലേക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്കൊന്ന് പച്ചടിക്കൊന്ന് താളിച്ചെടുക്കണം. പിന്നെ തോരനാക്കണം. അപ്പോൾ കുറച്ച് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടയ്ക്കട്ടെ.
അപ്പോൾ പച്ചടിയിൽ ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചീനിച്ചട്ടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാഴക്കയും സവാളയും പച്ചമുളകുമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തോരത്തിന്. ഞാൻ തോരൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി അല്പം തേങ്ങയും കൂടെ മാത്രമേ ഇടുകയുള്ളൂ, മഞ്ഞപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. മുളക് വലുതായിട്ട് അരിയണം, കുഞ്ഞുങ്ങളുടെ കഴിക്കുമ്പോൾ എടുത്ത് കളയാൻ എളുപ്പത്തിനാണ്. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ തോരൻ നോക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ ജീരകവും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. ഇതേപോലെ എടുത്താലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ മെഴുക്ക് വരട്ടിയ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് കിട്ടിയത് കൊഴിയാള മീനാണ്. ഉച്ചത്തെ ഊണിന് കിട്ടിയത് കൊഴിയാള മീനാണ്. ഇതൊന്ന് വൃത്തിയാക്കി പൊരിക്കാനെടുക്കാം. ചോറ് ഒന്ന് വെള്ളം തോർത്തിയെടുക്കാം. ഇതിലേക്കൊരു മീൻ വറക്കാൻ ഒരു ചട്ടി വെച്ചു. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറക്കാനായിട്ട് നമ്മളെ കൊഴിയാള മീനാണ് വറക്കാനായിട്ട് വെച്ച്. ഉച്ചത്തെ ഊണിനുള്ള മീനാണ് എടുത്തത്. ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ഊണ് ഇതൊക്കെയാണ് കറികൾ. പച്ചടി, മത്തങ്ങ പച്ചടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഒഴിക്കാൻ വേണ്ട. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക തോരന്, മീൻ വറുത്തത്, ചോറ്, ഇന്നത്തെ കറികൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.